ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമാവോം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് 10ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകമാണ്. ഈ 8ാമത്തെ ശ്ലോകം ചതുശ്ലോകി ഭഗവത്ഗീത എന്ന പേരിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ശ്ലോകമാണ്. 4 ശ്ലോകങ്ങളാണ് പ്രധാനമായിട്ടും ചതുശ്ലോകി ഭഗവത്ഗീതയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 8, 9, 10, 11 ഈ 10ാമത്തെ അധ്യായത്തിൽ തന്നെ. അതിൽ 8ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശ്ലോകം വായിക്കാം. അധ്യായം 10 ശ്ലോകം 8. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തെ മാം ബുധാ ഭാവസമന്വിതഃ. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തെ മാം ബുധാ ഭാവസമന്വിതഃ. പദാനുപദ അർത്ഥം. അഹം ഞാൻ, സർവസ്യ സർവജഗത്തിൻ്റെയും, പ്രഭവം അല്ലെങ്കിൽ ഉൽപ്പത്തി ആകുന്നു, മത്തഹ എന്നിൽ നിന്നും, സർവം സർവവും, പ്രവർത്തതെ ബഹിർഗമിക്കുന്നു, ഇതി എന്ന്, മത്വ മനസ്സിലാക്കിയിട്ട്, ബുധാഹ വിദ്വാൻമാർ, ഭാവസമന്വിത അത്യന്തം ശ്രദ്ധയോടെ, മാം എന്നെ, ഭജന്തെ ഭജിക്കുന്നു. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീല പ്രഭുപാദരുടേതാണ്. ജയ ശ്രീല പ്രഭുപാദ്. ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാർ എൻ്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഭഗവാനെ തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്ന ശ്ലോകങ്ങളാണ് ഇവയെല്ലാം. അതുകൊണ്ട് തന്നെയാണ് ഇത് ചതുശ്ലോകി ഭഗവത്ഗീത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭഗവത്ഗീതയുടെ സർവ്വസാരവും അടങ്ങിയിട്ടുള്ള ശ്ലോകങ്ങളാണ് ഈ 4 ശ്ലോകങ്ങൾ. അപ്പോൾ നമ്മളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മുൻപിൽ ഭഗവാൻ വന്ന് നിന്നാലും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, അല്ലേ? ചിലപ്പോൾ എന്നല്ല, നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ കാരണം ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ ഭഗവാനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ കൗരവ രാജധാനിയിൽ ദൂതിനായിട്ട് ഭഗവാൻ പോയ സമയത്ത്, അല്ലേ, വളരെ വിരലിൽ എണ്ണാവുന്ന 1-2 പേർക്കാണ് ഭഗവാനാണ് എന്നത് മനസ്സിലായത്. മറ്റുള്ളവർക്ക് ആർക്കും ഭഗവാനെ ആ സുപ്രീമസി അല്ലെങ്കിൽ പരമദിവ്യത്വം ബോധ്യപ്പെട്ടിരുന്നില്ല. ദുര്യോധനനോ ദുശാസനനോ കർണനോ ധൃതരാഷ്ട്രർക്കോ പോലും ഭഗവാനെ മനസ്സിലാക്കാനോ കാണാനോ സാധിച്ചില്ല. അപ്പോൾ ഭഗവാനെ കാണണമെങ്കിൽ ഭഗവാൻ സ്വയം വിചാരിക്കണം, അല്ലേ? ഇവൻ എന്നെ കണ്ടോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഭഗവാൻ നമ്മുടെ ദൃഷ്ടികോണിലെ ഭഗവാനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണെങ്കിലും അർജുനന്റെ തേരാളിയായിട്ട് ഭഗവാൻ അവിടെ സദാസമയം ഉണ്ടെങ്കിലും വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഭഗവാനെ കാണാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഭഗവാനെ കാണണമെങ്കിൽ എങ്ങനത്തെ കണ്ണുകൾ വേണം എന്ന് ബ്രഹ്മദേവൻ നമ്മളോട് പറയുന്നുണ്ട്, അല്ലേ? പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന, അല്ലേ?
പ്രേമാഞ്ജനം എഴുതിയ കണ്ണുകൾക്കാണ് ഭഗവാൻ ഗോചരനാകൂ എന്ന് ബ്രഹ്മദേവൻ പറയുന്നുണ്ട്. നമ്മുടെ സാധാരണ നേത്രങ്ങൾക്ക് അല്ലേ, അതും ബദ്ധജീവാത്മാക്കളായിട്ടുള്ള നമ്മുടെ നേത്രങ്ങൾക്ക് ഒരിക്കലും ഗോചരനാവില്ല ഭഗവാൻ. പ്രേമാഞ്ജനം എഴുതിയ കണ്ണുകൾക്ക് മാത്രമേ ഭഗവാൻ ഗോചരനാകൂ. ഇപ്പോൾ രഘുനാഥ ഗോസ്വാമിയെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അദ്ദേഹം 6 ഗോസ്വാമിമാരിൽ ഒരാളാണ്. അപ്പോൾ അവരൊക്കെ ഭഗവാന്റെ ലീലകളെ കുറിച്ചിട്ടും ഭഗവാന്റെ ശാസ്ത്രത്തെക്കുറിച്ചിട്ടുമൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ആളുകളാണ്. പരമഭക്തന്മാരാണ് ഈ 6 ഗോസ്വാമിമാര്. അപ്പോൾ അവര് ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശപ്രകാരമാണ് വൃന്ദാവനത്തിൽ പോയതും ലീലാസ്ഥലികളൊക്കെ പുനരുജ്ജീവിപ്പിച്ചതുമൊക്കെ. അപ്പോൾ ഈ രഘുനാഥദാസ ഗോസ്വാമി വൃന്ദാവനത്തിൽ ഇരുന്ന് നാമം ജപിക്കുന്ന സമയത്ത് രാധാകുണ്ടിന് സമീപം ഇരുന്നിട്ട് അദ്ദേഹം നാമം ജപിക്കുകയാണ് രഘുനാഥ ഗോസ്വാമി. അപ്പോൾ അദ്ദേഹം നാമം ജപിക്കുന്ന സമയത്ത് രാധാകുണ്ടിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് 2 കടുവകൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ രഘുനാഥ ഗോസ്വാമി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ കാണുന്നില്ല. അദ്ദേഹം നാമം ജപത്തിൽ മുഴുകിയിരിക്കുകയാണ്. പക്ഷേ ആര് കണ്ടു? ഭഗവാൻ കണ്ടു അല്ലേ. രഘുനാഥ ഗോസ്വാമി എൻ്റെ ശിഷ്യനാണ് അല്ലേ, എൻ്റെ ഭക്തനാണ്. അപ്പോൾ അവന് നാമജപത്തിന് ഭംഗം വന്നുകൂടാ എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ ഓടി അദ്ദേഹത്തിന് തുണയായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രഘുനാഥ ഗോസ്വാമിയുടെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആചാര്യന്മാർ പറയാറുണ്ട്, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ രൂപത്തിലാണ് ഭഗവാൻ അവിടെ നിന്നതത്രേ. കാരണം അമ്പും വില്ലും ഒക്കെ വേണമല്ലോ കടുവയെ ആക്രമിക്കാനായിട്ട്. അപ്പോൾ എന്തിനും തയ്യാറായിട്ട് ഭഗവാൻ അവിടെ രഘുനാഥദാസ് ഗോസ്വാമിക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. രഘുനാഥദാസ് ഗോസ്വാമി ഇതൊന്നും അറിയുന്നില്ല. നാമം ജപിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ആ ഒരു എന്താ പറയുക, ആ ഒരു രസത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. പക്ഷേ അവിടേക്ക് വന്ന സനാതന ഗോസ്വാമി ഇത് കാണുകയാണ് അല്ലേ. ഇപ്പൊ സനാതന ഗോസ്വാമി കാണുമ്പോൾ എന്താണ്, രഘുനാഥദാസ ഗോസ്വാമി ഇരുന്ന് നാമം ജപിക്കുന്നു, ഭഗവാൻ ഇങ്ങനെ തൊട്ടുപുറകില് അമ്പും വില്ലൊക്കെ പിടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സനാതന ഗോസ്വാമിക്ക് ദേഷ്യം വരും അല്ലേ. കാരണം ഭഗവാനെ രഘുനാഥ ഗോസ്വാമി തൻ്റെ സേവനത്തിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ആരാണെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ ചോദിക്കും, അപ്പോൾ ഈ സനാതന ഗോസ്വാമിയെ കാണുമ്പോൾ അല്ലേ, ഒരാൾ വന്നു രഘുനാഥദാസ ഗോസ്വാമിയെ പ്രൊട്ടക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ അവിടെ നിന്ന് പുഞ്ചിരി തൂക്കിക്കൊണ്ട് സ്ഥലം വിടും. അപ്പോൾ സനാതന ഗോസ്വാമി വന്നിട്ട് ചോദിക്കും, നിനക്കൊരു ചെറിയ കുടില് പോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അതിലിരുന്ന് നാമം ജപിച്ചൂടെ? നീ ജപിക്കുന്ന സമയത്ത് ഇങ്ങനെ സർവവും മറന്നിരുന്നാൽ ഭഗവാനൊക്കെ നിന്റെ രക്ഷയ്ക്ക് വരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്ക് പറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സനാതന ഗോസ്വാമി അവിടെ നിന്ന് പോവും. പിന്നെയും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതുപോലെ ഒരു നട്ടുച്ച നേരത്ത് രഘുനാഥദാസ് ഗോസ്വാമി ഇരുന്ന് നാമം ജപിക്കുകയാണ്. കടുത്ത വെയിലാണ് അല്ലേ, വൃന്ദാവനത്തിലേക്ക് വേനൽക്കാലങ്ങളൊക്കെ നമുക്ക് അറിവുള്ളതാണ്. അപ്പോൾ കടുത്ത ചൂടാണ്. അപ്പോൾ ആ ചൂടിലിരുന്നിട്ട് രഘുനാഥദാസ ഗോസ്വാമി നാമം ജപിക്കുമ്പോൾ അദ്ദേഹത്തിന് സൂര്യൻ്റെ ചൂട് അസഹനീയമായിട്ട്, അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ രാധാറാണിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുകയാണ്. അപ്പോൾ രാധാറാണി ഉടനെ വന്നിട്ട് തൻ്റെ സാരിയുടെ അല്ലെങ്കിൽ ഉത്തരീയം പിടിച്ചിട്ട് ഇങ്ങനെ ഒരു കവർ ചെയ്യണ പോലെ തലയ്ക്ക് മേലെ ഇങ്ങനെ പിടിക്കുകയാണ് രഘുനാഥദാസ ഗോസ്വാമിക്ക് വെയിൽ തട്ടാതിരിക്കാൻ. അപ്പോൾ ഇതും സനാതന ഗോസ്വാമി കണ്ടുകൊണ്ട് വരികയാണ്. അപ്പോൾ സനാതന ഗോസ്വാമിക്ക് ഒന്നും കൂടി ദേഷ്യമായി അല്ലേ. ഇപ്പോൾ രഘുനാഥദാസ ഗോസ്വാമി ഇപ്പോൾ ആദ്യം ഭഗവാനെ തൻ്റെ സേവനത്തിൽ ഏർപ്പെടുത്തി, ഇപ്പോൾ ദാ സ്വയം രാധാറാണി വന്ന് നിന്നിട്ട് തണൽ കൊടുക്കുകയാണ് രഘുനാഥദാസ ഗോസ്വാമിക്ക്. അപ്പോൾ അദ്ദേഹം പറയും, നിനക്കൊരു കുടില് കെട്ടിക്കൂടെ, അതിലിരുന്നിട്ട് നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ രാധാറാണീനെ ഭഗവാനെയൊക്കെ നിനക്ക് ഇങ്ങനെ ശല്യപ്പെടുത്തണോ നിന്റെ സേവനത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയും. അങ്ങനെ അതിനുശേഷം രഘുനാഥദാസ ഗോസ്വാമി ഒരു ചെറിയ കുടിലുണ്ടാക്കിയിട്ട്, ഒരു ഭജൻ കുടീർ അല്ലേ, അതുണ്ടാക്കിയിട്ട് അവളിരുന്ന് നാമം ജപിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ശുദ്ധ ഭക്തന്മാർക്ക് എപ്പോഴും ഭഗവാനെ കാണാൻ സാധിക്കും അല്ലേ, അവർക്ക് എപ്പോഴും ഭഗവാൻ ഗോചരനാണ്. അപ്പോൾ അവരുടെ സേവനത്തിൽ, ശുദ്ധ ഭക്തന്മാരുടെ സേവനത്തിൽ ഭഗവാൻ എപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത്, ഭഗവാൻ മുക്തി കൊടുത്താലും ഭക്തി കൊടുക്കില്ല എന്ന് പറയുന്നത് അല്ലേ. കാരണം ഭക്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ ആ ഭക്തന്റെ അടിമയായിട്ട് മാറുകയാണ്.
നമുക്കറിയാം പൂന്താനം തിരുമേനിയുടെ വീട്ടില്, അതുപോലെ കുറൂരമ്മയുടെ ഇല്ലത്തൊക്കെ ഭഗവാൻ ഓടിക്കളിച്ചിരുന്നതും സേവനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ നമുക്ക് അറിവുള്ളതാണ്. അതുപോലെ വില്ലുമംഗല ഠാക്കൂറിന്. അപ്പൊ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ശുദ്ധഭക്തന്മാര് എന്നും ഭഗവാനെ കണ്ടുകൊണ്ടിരുന്ന ആളുകളാണ്. പ്രഹ്ലാദ മഹാരാജാവ്, പാണ്ഡവര്, അംബരീഷ മഹാരാജാവ്, അങ്ങനെ ഓരോരുത്തരും ഭഗവാനെ നേരിൽ കണ്ടുകൊണ്ട് ഇരുന്ന ആളുകളാണ് അല്ലേ. പ്രഹ്ലാദ മഹാരാജാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രഹ്ലാദ മഹാരാജാവിന് എവിടെയും ഭഗവാനെ കാണാൻ പറ്റും അല്ലേ. പക്ഷേ ഹിരണ്യകശിപുവിന് ഭഗവാനെ കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഹിരണ്യകശിപു വല്ലാത്ത ദേഷ്യം പൂണ്ടിട്ട് ഇങ്ങനെ പ്രഹ്ലാദനോട് ചോദിക്കുകയാണ് അല്ലേ, ഇവിടെയുണ്ടോ നിന്റെ ഭഗവാൻ, ഇവിടെയുണ്ടോ നിന്റെ ഭഗവാൻ എന്നിങ്ങനെ കൈ ചൂണ്ടി ചോദിക്കുകയാണ്. അപ്പോൾ പ്രഹ്ലാദന് ഭഗവാനെ എല്ലായിടത്തും കാണാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ ഹിരണ്യകശിപുവിന് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഭഗവാൻ നരസിംഹരൂപത്തിൽ വരാൻ പോവുകയാണല്ലോ ഹിരണ്യകശിപുവിനെ വധിക്കാനായിട്ട്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടെ ഇങ്ങനെ ഈ ഹിരണ്യകശിപുവിന്റെ വിരലിന്റെ അറ്റത്തേക്ക് നോക്കുകയാണ് അത്ര. ഇത് എവിടെ കൊണ്ടുവന്നാണ് വെക്കണത്, അവിടെ നിന്ന് വേണം എനിക്ക് പുറത്ത് ചാടാൻ. കാരണം പ്രഹ്ലാദന് എന്നെ എല്ലായിടത്തും കാണാൻ പറ്റും, ഈ മന്ദബുദ്ധിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവന്റെ വിരൽ എവിടെയാണോ ചെല്ലുന്നത് അവിടെ നിന്ന് വേണം എനിക്ക് പുറത്ത് ചാടാന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ വിരലിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിരിക്കും അത്ര. അവസാനം ഇവിടെയുണ്ടോ നിന്റെ ഭഗവാൻ എന്ന് ചോദിച്ചിട്ട് തൂണിലേക്ക് ഇങ്ങനെ അല്ലേ ചൂണ്ടിയിട്ട് ഗദ വെച്ച് അടിക്കുമ്പോഴാണ് അവിടെ നിന്ന് ഭഗവാൻ പുറത്ത് ചാടുന്നത്. അല്ലാതെ നേരത്തെ കാലത്തെ ഭഗവാൻ നരസിംഹ ഭഗവാനായിട്ട് വേഷം ചെയ്ത് തൂണിൽ വന്ന് ഒളിച്ചിരുന്നതല്ല. ആ നിമിഷം അല്ലേ ഭഗവാൻ, നിന്റെ ഭഗവാൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പ്രഹ്ലാദൻ പറയുമ്പോൾ അവിടെ നിന്നാണ് ഭഗവാൻ പുറത്തേക്ക് ചാടുന്നത്. അപ്പോൾ ഇതാണ് ശുദ്ധ ഭക്തന്മാരുടെ നില. അപ്പോൾ ഭഗവാൻ എപ്പോഴും ആ ശുദ്ധഭക്തന്റെ അടിമയാണ് അല്ലെ. അവന്റെ വാക്കുകൾക്ക് അനുസരിച്ചിട്ട് മാത്രമേ ഭഗവാൻ എന്തും ചെയ്യൂ, എന്തും പ്രവർത്തിക്കൂ. അവർക്ക് വേണ്ടി, അവരുടെ വാക്കുകൾ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർ പറയുന്നത് ശരിയാവാൻ വേണ്ടി ഭഗവാൻ എന്ത് നിയമങ്ങളും കാറ്റിൽ പറത്തും. അതൊക്കെ നമുക്ക് അറിവുള്ള കാര്യങ്ങളാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ ഭഗവാന്റെ വീര്യരസം കാണാൻ ഭീഷ്മദേവൻ ആഗ്രഹിച്ചപ്പോൾ അല്ലെ ഭഗവാൻ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞ തൻ്റെ തീരുമാനത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഭീഷ്മദേവന് വേണ്ടിയിട്ട് രഥചക്രം ഉയർത്തിക്കൊണ്ട് പാഞ്ഞെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എന്തിനാണ് ഭഗവാൻ തൻ്റെ ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ നമ്മളെ പോലുള്ള ബദ്ധ ജീവാത്മാക്കൾക്ക് ഭഗവാനെ കാണാനും മനസ്സിലാക്കാനും ഒരു അവസരം തരികയാണ് ഭഗവാൻ അല്ലേ. ഇപ്പോൾ ഭഗവാൻ അവതാരമെടുത്ത് നമ്മുടെ മുൻപിൽ വന്ന് നിന്നാലും നമുക്കത് മനസ്സിലാവില്ല. നമുക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തിയോ ഒന്നും ശുദ്ധതയോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ നമ്മുടെ കണ്ണുകൾക്ക് ഗോചരമാകുന്ന ഭഗവാന്റെ ഐശ്വര്യങ്ങളിൽ ഞാനുണ്ട്, അത് ഞാനാണ്, അതിലേറ്റവും മികച്ചത് ഞാനാണ് എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ് ഈ 10ാമത്തെ അധ്യായത്തിലൂടെ. ഇപ്പോൾ ഭഗവാനെ കാണാനും മനസ്സിലാക്കാനും അറിയാനും ഉള്ള ഒരു അവസരമാണ് ഈ 10ാമത്തെ അധ്യായത്തിലൂടെ ഭഗവാൻ നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ തൻ്റെ വിഭൂതികളെ ഈ 10ാമത്തെ അധ്യായത്തിൽ നമുക്ക് വിസ്തരിച്ച് തരുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ എന്തൊക്കെ രീതിയിൽ നമുക്ക് ഭഗവാനെ ദർശിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഭഗവാനെ നമുക്ക് ഓർക്കാൻ സാധിക്കും എന്നാണ് ഭഗവാൻ ഈ ഒരു വിഭൂതികളിലൂടെ നമുക്ക് വിസ്തരിച്ച് തരുന്നത്. അപ്പം അതിന് മുൻപായിട്ടാണ് ഞാൻ ആരാണ്, എന്താണ് എന്ന് ഭഗവാൻ ഈ ഒരു ചതുശ്ലോകി ഭഗവത്ഗീതയിലൂടെ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ 7ാമത്തെ അധ്യായം വന്നപ്പോൾ അവിടെ ഭഗവാൻ പറയുന്നുണ്ട് അല്ലേ, രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശിസൂരയോ പ്രണവഹ സർവവേദേഷു ശബ്ദഖേ പൗരുഷം ഋഷു എന്ന് പറയുന്നുണ്ട്. അതായത് ഭഗവാൻ പറയുന്നു രസോഹമപ്സു കൗന്ദേയ, വെള്ളത്തിലെ രുചി ഞാനാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ. പ്രണവ മന്ത്രത്തിലെ ഓംകാരം ഞാനാണ് എന്ന് പറയുന്നു. പുരുഷന്റെ പൗരുഷം ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നു. സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രകാശം ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിസ്തരിച്ച രൂപമാണ് ഈ 10ാമത്തെ അധ്യായത്തിലെ വിഭൂതി യോഗത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ 10ാമത്തെ അധ്യായം വരുമ്പോൾ ഒന്നുകൂടി ഭഗവാൻ കുറച്ചുകൂടി ഇങ്ങനെ എന്താ പറയുക, അതിനെ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ രസോഹമപ്സു കൗന്ദേയ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലെ രുചി ഞാനാണ് എന്ന് ഭഗവാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഗ്രഹിക്കാൻ പറ്റില്ല അല്ലേ, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല. നമ്മൾ അത്രയും ദാഹിച്ചു അലഞ്ഞ് വെള്ളത്തിനു വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചു വന്നിട്ട് വെള്ളം കുടിക്കുമ്പോൾ അതിനൊരു സ്വാദ് നമുക്ക് തോന്നാറുണ്ട് അല്ലേ.
അതുപോലെ ഭഗവാൻ പറയുന്നു പുതുമഴ പെയ്യുമ്പോൾ ആ ഭൂമിയുടെ ഗന്ധം ഞാനാണ് എന്ന് പറയുന്നു. എപ്പോഴും മഴ പെയ്യുമ്പോൾ ഭൂമിയിൽ നിന്ന് ഗന്ധം വരും, പക്ഷെ നമുക്ക് മനസ്സിലാവില്ല. പുതുമഴ പെയ്യുമ്പോൾ ആ പൊടി പടലങ്ങളിലേക്ക് വെള്ളത്തുള്ളികൾ പതിക്കുമ്പോൾ ഒരു സ്മെല്ല് വരും, അല്ലെ, ഒരു മണം വരും. അത് ഭഗവാനാണ് എന്ന് ഭഗവാൻ പറയാണ്. അതേപോലെ പല കാര്യങ്ങളും ഭഗവാൻ 10ാമത്തെ അധ്യായത്തിൽ നമുക്ക് കുറച്ചുകൂടി ലളിതമാക്കി പറഞ്ഞു തരുന്നുണ്ട്. അശ്വത്ഥ സർവവൃക്ഷാണാം, അല്ലെ, അശ്വത്ഥം, അതായത് മരങ്ങളിൽ അശ്വത്ഥമാണ് ഞാൻ എന്ന് പറയണം. ദേവർഷീണാം ച നാരദ, ദേവർഷികളിൽ ഞാൻ നാരദനാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഗന്ധർവാണാം ചിത്രരഥ, ഗന്ധർവന്മാരിൽ ഞാൻ ചിത്രരഥനാണ് എന്ന് പറയുന്നു. സിദ്ധാനാം കപിലോ മുനി, സിദ്ധന്മാരിൽ ഞാൻ കപിലമുനിയാണ് എന്ന് പറയുന്നു. ഇവിടെ പറയുന്ന കപിലമുനി ദേവഹൂതി പുത്രനായിട്ടുള്ള കപിലമുനിയാണ്, സാഖ്യ സിദ്ധാന്തം എഴുതിയ കപിലമുനിയല്ല. അപ്പോൾ ഇങ്ങനെ ഓരോരോ ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ തൻ്റെ വിഭൂതി വളരെ വിശാലമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ശ്ലോകമാണ് 10ാമത്തെ അധ്യായം. അതുകൊണ്ട് തന്നെ 10ാമത്തെ അധ്യായം വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന അധ്യായമാണ്. അപ്പോൾ ഈ ചതുശ്ലോകി ഭഗവത്ഗീത എന്നറിയപ്പെടുന്ന ഈ 4 ശ്ലോകങ്ങളിൽ ആദ്യത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാഭാവ സമന്വിതഃ. അപ്പോൾ ഭഗവത്ഗീതയുടെ ഒരു എസൻസ് എന്ന് പറയുന്നത് ഈ 4 ശ്ലോകങ്ങളാണ്. കാരണം ഭഗവത്ഗീതയുടെ എല്ലാ സാരവും ഈ 4 ശ്ലോകങ്ങളിൽ ഭഗവാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ വെളിപ്പെടുത്താണ് തന്നെ പറ്റിയിട്ടുള്ള രഹസ്യം. അതുകൊണ്ടാണ് ഇതിനെ ഭഗവത്ഗീതയുടെ സാരം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഭഗവത്ഗീതയുടെ 4 ശ്ലോകങ്ങളുടെ സാരമാണ് ഭഗവാൻ 18,000 ശ്ലോകങ്ങളിലൂടെ ബ്രഹ്മദേവന് വിശദമാക്കി കൊടുക്കുന്നത്, അല്ലേ. അവിടെയും ചതുശ്ലോകി ഭാഗവതം വരുന്നുണ്ട്. അപ്പോൾ ഇത് ആചാര്യന്മാര് പറയുന്നതാണ്, പ്രഭുപാദ പറയുന്നതാണ്. ഇപ്പോൾ ആരാണ് ഇതിനെ കുറിച്ചിട്ട് ആദ്യമായി പറഞ്ഞത്? നാരദ മഹർഷിയാണ്, അല്ലേ. ഈ ചതുശ്ലോകി ഭഗവത്ഗീതയുടെ സാരമാണ് ഭാഗവതത്തിലുള്ളത് എന്ന് പറയുന്നത് നാരദ മഹർഷിയാണ്. കാരണം നാരദ മഹർഷി നമുക്കറിയാം ഒരു ശൂദ്ര സ്ത്രീയുടെ മകനായിട്ടായിരുന്നു പിറന്നത്. അപ്പോൾ ചാതുർമാസ്യത്തിലെ വേദാന്തികൾ അവിടെ വന്നിട്ട് അവര് പോകാൻ സമയത്ത് ഈ ചതുശ്ലോകി ഭഗവത്ഗീതയുടെ സാരമാണ് നാരദ മഹർഷിക്ക് വിശദമാക്കി കൊടുക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് അതിൻ്റെ തത്വം ഗ്രഹിച്ചു കഴിഞ്ഞപ്പോഴാണ് നാരദ മഹർഷി അമ്മയുടെ മരണശേഷം വടക്ക് ദിശ ലക്ഷ്യമാക്കിയിട്ട് യാത്രയാവുന്നത്. അങ്ങനെയാണ് നാരദ മഹർഷിക്ക് ഭഗവാന്റെ ദർശനം ഒരു മാത്ര സാധ്യമാകുന്നതും പിന്നീട് അങ്ങോട്ട് ദേവർഷി നാരദനായിട്ട് മാറുന്നതുമൊക്കെ. അപ്പോൾ നാരദ മഹർഷിയാണ് ആദ്യമായിട്ട് ഈ ഒരു ചതുശ്ലോകി ഭഗവത്ഗീതയുടെ സാരം ആണ് ഭാഗവതത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവത്ഗീതയുടെ സാരം എന്ന് പറയുന്നത് ഈ ഒരു 4 ശ്ലോകങ്ങളാണ്. ചതുശ്ലോകി ഭഗവത്ഗീതയിൽ ഉൾപ്പെട്ടിരിക്കുന്ന 8, 9, 10, 11 ശ്ലോകങ്ങളാണ്. അപ്പോൾ ഈ 4 ശ്ലോകങ്ങളിൽ കൂടിയും ഭഗവാൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് സംബന്ധജ്ഞാനം, അഭിധേയജ്ഞാനം, പ്രയോജനജ്ഞാനം എന്നിവയാണ്. അപ്പോൾ എന്താണ് സംബന്ധജ്ഞാനം? സംബന്ധജ്ഞാനം എന്ന് വെച്ചാൽ നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം, അല്ലേ, അതാണ് സംബന്ധം. അപ്പോൾ ആ സംബന്ധജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തി യഥാർത്ഥ രീതിയിൽ നമുക്ക് അനുഷ്ഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നാം നാമം ചെല്ലുമ്പോഴും ഭക്തിയുത സേവനങ്ങളൊക്കെ ചെയ്യുമ്പോഴും അതിനെ യഥാർത്ഥ പ്രയോജനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ സംബന്ധജ്ഞാനം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം അതിനാണ് ഭഗവാൻ ഈ സംബന്ധജ്ഞാനം ഇതിൽ നമുക്ക് പകർന്നു നൽകുന്നത്. എന്താണ് സംബന്ധജ്ഞാനം? അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ, ഇല്ലേ. ഭഗവാൻ പറയാണ് അഹം സർവസ്യ പ്രഭവോ, എന്നിൽ നിന്നാണ് എല്ലാം വരുന്നത്, എല്ലാത്തിൻ്റെയും കാരണവും ഞാനാണ് എന്ന് പറയാണ്. എല്ലാം പുറത്തേക്ക് വരുന്നതും എന്നിൽ നിന്നാണ്, ഞാനാണ് എല്ലാത്തിൻ്റെയും കാരണം, എന്നിലാണ് എല്ലാം നിലനിൽക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. അതാണ് സംബന്ധജ്ഞാനം, അല്ലേ. അപ്പോൾ ഭഗവാന്റെ മക്കളാണ് നമ്മളെല്ലാവരും, അല്ലേ. വേറൊരു ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു അഹം ബീജപ്രദാപിത എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംബന്ധജ്ഞാനം. ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിലൂടെ. ഇനി അഭിധേയജ്ഞാനം, അല്ലെ. എന്താ അഭിധേയജ്ഞാനം? ഏതൊക്കെ മാർഗങ്ങളിലൂടെ നമ്മൾക്ക് ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കാം, അല്ലെങ്കിൽ അതിനെ പുനരുജ്ജീവിപ്പിച്ചെടുക്കാം, എങ്ങനെ നമുക്ക് ആ ബന്ധത്തിലേക്ക് വരാം എന്നതിനെ കുറിച്ചിട്ടുള്ള മാർഗങ്ങളാണ് അഭിധേയ ജ്ഞാനത്തിൽ ഉൾപ്പെടുന്നത്. അതായത് ഭക്തിയുത സേവനത്തിലൂടെ നാമജപത്തിലൂടെയൊക്കെ നമുക്ക് ഭഗവാനുമായിട്ടുള്ള ബന്ധം
നമ്മൾ മറന്നുപോയ ബന്ധമാണ് അല്ലേ. അതിനെ ഓർത്തെടുക്കാനും അതിനെ നിലനിർത്തിക്കൊണ്ട് പോകുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് അഭിധേയ ജ്ഞാനത്തിലൂടെയാണ്. പിന്നെ അപ്പോൾ ഇവിടെ എവിടെയാണ് അഭിധേയ ജ്ഞാനം പറയുന്നത്? ഇതി മത്വ ഭജന്തേമാം ബുധാഭാവ സമന്വിതഃ അല്ലെ. ഭഗവാൻ പറയാണ് ഇതി മത്വ ഭജന്തേമാം, ഇത് മനസ്സിലാക്കുന്ന ആളുകൾ അല്ലെ. ആരാണ് മനസ്സിലാക്കുന്ന ആളുകള്? ബുദ്ധിമാന്മാർ, ബുധാഹ എന്ന് പറയുന്നു അല്ലെ. ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകള്, ഈ ഒരു ജ്ഞാനം മനസ്സിലാക്കുന്ന ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകള് എന്താ ചെയ്യാ? ഭാവസമന്വിതഃ അല്ലെ, എന്നെ ശ്രദ്ധയോടെ എന്നെ ഭജിക്കുന്നു, എന്നെ മനസ്സിലാക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ ആ ഭാവഭക്തിയിലേക്ക് നമുക്ക് ഉയരുവാനായിട്ടുള്ള ജ്ഞാനമാണ് ഭഗവാൻ ഇവിടെ തരുന്നത് അല്ലേ. ഇപ്പൊ ഭാവഭക്തിയിലേക്ക് വരുമ്പോൾ നമുക്ക് മറ്റുള്ള തടസ്സങ്ങളൊന്നുമില്ലാതെ, ഇപ്പോൾ നമ്മള് ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ ഇങ്ങനെയാ വരുന്നത്. അപ്പോൾ ആ ഭജനക്രിയ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ഗുരുവിനെ സ്വീകരിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ അനർത്ഥങ്ങളൊക്കെ നമുക്ക് മാറ്റാനും രുചിയും നിഷ്ഠയും ആസക്തിയും ഒക്കെ വരാനും സഹായിക്കും. അപ്പോൾ അങ്ങനെ വന്നിട്ട് നമ്മൾ ഭാവഭക്തിയിലേക്ക് വരും. അപ്പോൾ ആ ഭാവഭക്തിയിലാണ് നമുക്ക് ശരിക്കും ഭഗവാനും നമ്മളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാള് ഒരിക്കലും പിന്നെ താഴേക്ക് നിബന്ധിച്ച് വരില്ല. അയാൾ ഒരിക്കലും പിന്നെ ഈ ഭൗതിക കാര്യങ്ങളിൽ ആകൃഷ്ടരായിട്ട് മായാവലയത്തിൽ പെടില്ല. അതാണ് ഭാവഭക്തിയുടെ പ്രത്യേകത. പക്ഷേ ഭാവഭക്തിയിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു 75% നമ്മൾ ഭാവഭക്തിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളും ഭഗവാനും തമ്മിലുള്ള സംബന്ധ ജ്ഞാനത്തിൽ ശരിക്കും ഏർപ്പെട്ടു എന്ന് തന്നെയാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അല്ലേ ഭാവഭക്തിയിലിരുന്ന് ഭക്തിയുത സേവനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ പ്രേമഭക്തിയിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഭക്തിയുടെ ഒരു ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജ്ഞാനം നമുക്ക് ഈ ഒരു 4 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ ദൃഢമാക്കി തരികയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ ചതുശ്ലോകി ഭഗവത്ഗീത ഇത്രയും പ്രാധാന്യമായിട്ട് മാറുന്നത്. പിന്നെ നമ്മൾ അഭിധേയെ പറ്റി പറഞ്ഞു. ഇനി പ്രയോജന എന്നാൽ എന്താണ്? ഈ അഭിധേയ ജ്ഞാനം കൊണ്ട് അല്ലെ, ഈ സംബന്ധ ജ്ഞാനവും അഭിധേയ ജ്ഞാനവും കൊണ്ട് നാം ആർജിക്കുന്ന പ്രയോജനങ്ങളെ, ഫലങ്ങളെയാണ് ഈ പ്രയോജന ജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ നമുക്ക് അല്ലെ ഫലങ്ങൾ കിട്ടും. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രയോജനം, ആ ഒരു എന്താ പറയുക, പിന്നെ എന്താണ് നമുക്ക് ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഒരിക്കലും ഈ ജനന മരണ ചക്രത്തിൽ പെടുന്നില്ല. അതാണ് യഥാർത്ഥ പ്രയോജനം. അപ്പോൾ ഇതാണ് സംബന്ധ അഭിധേയ പ്രയോജന ജ്ഞാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സമ്പൂർണ്ണ ഗീതയുടെയും സാരമാണ് ഈ ഒരു 4 ശ്ലോകങ്ങൾ. ശ്രീല പ്രഭുപാദ പറയുന്നു, ഒരാളെ കുറിച്ച് പറയുന്നതിലും മികച്ച അറിവ് ഒരാളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ അല്ലേ. ഞാനിപ്പോൾ എന്നെ തന്നെ നിങ്ങൾക്ക് വിവരിച്ചു തരുവാണെങ്കിൽ ഇതിലും വലുതായിട്ട് വേറൊരാൾക്ക് എന്നെ പറ്റി പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഭഗവാൻ ഇവിടെ വന്നിട്ട് ഭഗവാനെ തന്നെ പറ്റിയുള്ള ജ്ഞാനം നമുക്ക് വെളിവാക്കി തരികയാണ്. അപ്പോൾ ഇതിനും മേലെ ഇനി ഒരു ജ്ഞാനം ഇല്ല എന്നാണ് ശ്രീല പ്രഭുപാദ പറയുന്നത്. അപ്പോൾ ഭഗവാനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഭഗവാൻ സ്വയം വന്നിട്ട് നമ്മളോട് പറഞ്ഞു തരികയാണ്, ഞാൻ ഇതാണ്, ഇങ്ങനെയാണ്, ഞാൻ എല്ലാത്തിൻ്റെയും കാരണമാണ്, കാരണഭൂതനാണ്, എല്ലാം എന്നിൽ നിന്നാണ് വരുന്നത്, എന്നെ അറിയുന്നവൻ ബുദ്ധിമാനാണ്, അപ്പോൾ അവൻ്റെ ഹൃദയത്തിലെ അജ്ഞാനം ഞാൻ മാറ്റിത്തരും എന്നൊക്കെ ഭഗവാൻ ഇനി ഇതും കഴിഞ്ഞിട്ടുള്ള ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ആരാണ് എന്ന് ഭഗവാൻ തന്നെ വന്ന് നമ്മളോട് സ്വയം വെളിപ്പെടുത്തുകയാണ് ഈ ചതുശ്ലോകി ഭഗവത്ഗീതയിലൂടെ. അപ്പോൾ നമ്മൾ വളരെ നിർഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളാണ് അല്ലേ, ബദ്ധജീവാത്മാക്കളാണ്. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ഭഗവാനിൽ നിന്ന് ഭഗവാനെ കുറിച്ച് കേട്ടാലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിനുവേണ്ടി ഭഗവാൻ എന്താ ചെയ്യുന്നത്? കുരുക്ഷേത്ര യുദ്ധം അല്ലേ ക്രിയേറ്റ് ചെയ്തു അല്ലെ. കുരുക്ഷേത്ര യുദ്ധത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഭഗവാൻ റെഡിയാക്കി. അതിൽ അർജുനന്റെ സാരഥിയായിട്ട് മാത്രം ഞാൻ നിൽക്കും എന്ന് ഭഗവാൻ ഒരു നിബന്ധന വെച്ചു. അങ്ങനെ അർജുനന്റെ സാരഥിയായിട്ട് ഭഗവാൻ വരികയാണ്. അപ്പോൾ അർജുനൻ ഇങ്ങനെ
രഥത്തിൽ വന്നിട്ട് അല്ലേ, രഥം സ്ഥാപയമേ അച്യുത എന്ന് പറയുന്നുണ്ട് അല്ലേ, രഥം കൊണ്ടുപോയിട്ട് നിർത്തൂ അച്യുത, ഞാനൊന്ന് കാണട്ടെ ആരൊക്കെയാണ് എനിക്ക് എതിരെ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ന് ഭയങ്കര അഹങ്കാരത്തോടെ ഇങ്ങനെ പറയുമ്പോൾ ഭഗവാൻ രഥം കൊണ്ടുവന്ന് നിർത്തും അല്ലേ. എവിടെ നിർത്തുക? ഭീഷ്മദേവന്റെ, ദ്രോണാചാര്യരുടെ, കൃപാചാര്യരുടെ മുമ്പിലാണ് നിർത്തുക. ഭഗവാന് വേണമെങ്കിൽ ആ രഥം വേറെ എവിടെയെങ്കിലും നിർത്തായിരുന്നു അല്ലേ, എങ്കിൽ നമുക്ക് ഭഗവത്ഗീത ലഭിക്കില്ലായിരുന്നു. അപ്പോൾ കൃപാചാര്യരുടെയും ദ്രോണാചാര്യരുടെയും ഭീഷ്മദേവന്റെയും മുൻപിൽ കൊണ്ടുവന്ന രഥം നിർത്തുമ്പോഴാണ് അർജുനൻ ഇങ്ങനെ നോക്കുകയാണ് അല്ലേ, പിതാമഹനെയാണോ ഞാൻ വധിക്കാൻ പോകുന്നത്, എൻ്റെ ഗുരുവായിട്ടുള്ള ദ്രോണാചാര്യരോടാണോ ഞാൻ യുദ്ധം ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് അർജുനന് ഹൃദയത്തിൽ ചാഞ്ചല്യം ഉണ്ടാവുന്നതും അർജുനന്റെ കയ്യിൽ നിന്ന് ഗാണ്ഡീവം അല്ലെ, ഗാണ്ഡീവം സംസ്കൃതേ ഹസ്താദ് എന്ന് പറഞ്ഞ് തളർന്നിരിക്കും അർജുനൻ. അപ്പോൾ ആ അർജുനനെ തൻ്റെ കർത്തവ്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ലെ, ക്ഷത്രിയനായിട്ടുള്ള നിന്റെ കർത്തവ്യം യുദ്ധമാണ്, ആ യുദ്ധരംഗത്ത് നിന്ന് നീ പലായനം ചെയ്താൽ നീ ഭീരുവായിട്ട് കണക്കാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ തൻ്റെ ഉപദേശങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അതാണ് ഭഗവത്ഗീത ഉപദേശങ്ങൾ. അപ്പോൾ അർജുനനെ ഒരു നിമിത്തമാക്കിയിട്ട് ഭഗവാൻ നമുക്ക് ഭഗവാനെ പറ്റിയിട്ടുള്ള രഹസ്യം വെളിപ്പെടുത്തി തരാണ് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് അർജുനനെ ഭഗവാൻ നിമിത്തമാക്കുന്നത്? നമുക്ക് വേണ്ടി അല്ലെ, നമ്മളെ പോലെയുള്ള ബദ്ധരായിട്ടുള്ള ജീവാത്മാക്കൾക്ക് ഭഗവാനെ കുറിച്ചിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അർജുനനെ നിമിത്തമാക്കിയിട്ട് നമ്മളിലേക്ക് ഈ ജ്ഞാനം പകർന്നു നൽകുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് ശ്ലോകങ്ങളിൽ, ആദ്യത്തെ 2 ശ്ലോകങ്ങളിൽ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടാണ് ഭഗവാൻ പറയുന്നത്. മറ്റ് 2 ശ്ലോകങ്ങളിൽ ഭഗവാൻ എങ്ങനെയാണ് ഭക്തരോട് ആശയവിനിമയം നടത്തുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ആശയവിനിമയം നടത്തുക, ഭഗവാൻ അവരോട് ഇടപെടുക, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ശ്ലോകം അഹം സർവസി പ്രഭവോ മത്ത സർവം പ്രവർത്തതെ അല്ലേ, എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത്, ഞാനാണ് എല്ലാറ്റിൻ്റെയും ഉത്ഭവസ്ഥാനം എന്ന് ഭഗവാൻ പറയാണ്. അപ്പോൾ ഭഗവാന് ശരണാഗതി പ്രാപിക്കണമെന്ന് എപ്പോഴും പറയാറുണ്ട് അല്ലേ. ഭഗവത്ഗീതയുടെ പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഭഗവാനെ ശരണം പ്രാപിക്കാനായിട്ട് സാധിക്കണം. അതാണ് ഏറ്റവും അവസാനമായിട്ട് പറയുന്നത്. ഭഗവാന്റെ ശരണാഗതിയാണ് ഏറ്റവും വലിയ കാര്യം, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ചെയ്യേണ്ടത് ഭഗവാന്റെ ശരണാഗതിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ശരണാഗതി സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷ ഇക്ഷാമി മാ ശുചഃ. ഭഗവാൻ പറയാണ്, നീ എല്ലാ ധർമ്മങ്ങളും പരിത്യജിച്ച് എന്നിലേക്ക് വരൂ, ഞാൻ നോക്കിക്കോളാം നിന്റെ എല്ലാ കാര്യങ്ങളും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ആ ശരണാഗതിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശരണാഗതിയിലേക്ക് നമ്മൾ വന്നാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളെല്ലാം ഭഗവാൻ നോക്കുകയുള്ളൂ അല്ലേ. നമ്മൾ അവിടെ ഇവിടെയും 2 വള്ളത്തിലേക്ക് കാല് വെച്ചിട്ട് നിന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ഭഗവാൻ നമ്മളുടെ കാര്യങ്ങൾ നോക്കില്ല എന്നല്ല, പക്ഷേ യഥാർത്ഥ രീതിയിൽ ആ ഒരു പ്രയോജനം നമുക്ക് ലഭിക്കില്ല. ഇപ്പോൾ ദ്രൗപദി വസ്ത്രാക്ഷേപ സമയത്ത് എന്താണ് ചെയ്തത് അല്ലേ? ദുശാസനൻ വസ്ത്രം പിടിച്ചിട്ട് അഴിക്കുമ്പോൾ ദ്രൗപദിക്ക് സ്വയം അത് എന്താ പറയുക, താങ്ങാൻ പറ്റും, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു കൈ വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ടാണ് നിന്നിട്ട് ഗോവിന്ദ മാധവ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ആചാര്യന്മാര് പറയാറുണ്ട്, തമാശ രൂപത്തിൽ പറയാറുണ്ട് അല്ലേ. ഇടയ്ക്ക് പിന്നീട് എപ്പോഴോ ദ്രൗപദി ചോദിക്കും അത്രേ ഭഗവാനോട്, ഞാൻ എത്ര തവണ ഗോവിന്ദ മാധവ എന്നൊക്കെ വിളിച്ചു, എന്നിട്ട് എന്താണ് അങ്ങ് വരാൻ താമസിച്ചത് എന്ന് ചോദിക്കും. അപ്പോൾ ഇത് ശാസ്ത്രത്തിലൊന്നുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറയും, നിന്നെ അല്ലെ ആദ്യമേ തന്നെ നീ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ഞാൻ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ നീ വസ്ത്രത്തിൽ ഒരു കൈ വസ്ത്രത്തിൽ പിടിച്ചിട്ട് മറ്റേ കൈ ഉയർത്തിക്കൊണ്ട് നീ ഗോവിന്ദ മാധവ എന്നൊക്കെ വിളിച്ചിട്ട് ഞാൻ എന്തിനാ വരണത് അല്ലേ. അപ്പോൾ നിനക്ക് നിന്നെ തന്നെ രക്ഷിക്കാൻ പറ്റുമെന്നുള്ള ഒരു അഹങ്കാരത്തിൽ നീ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും നിന്റെ അടുത്തേക്ക് വന്നില്ല എന്ന് ഭഗവാൻ പറയാണ്. അപ്പോൾ ദ്രൗപദിക്ക് സ്വയം തന്നെ കാക്കാൻ പറ്റും, രക്ഷിക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പിലായിരുന്നു നിന്നത്. അവസാനം അതും കൈവിട്ട് പോവുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു നിമിഷത്തേക്ക് 2 കൈയും മുകളിലേക്ക് ഉയർത്തിയിട്ട് ദ്രൗപദി അല്ലേ ഗോവിന്ദ മാധവ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അല്ലേ. ആ സമയം വന്നു ഭഗവാൻ, ദ്രൗപദിയുടെ ദേഹത്തേക്ക് വസ്ത്രരൂപത്തിൽ ഭഗവാൻ വന്നു. അപ്പോൾ ആ ശരണാഗതിയിലാണ് നമുക്ക് ഭഗവാനെ പ്രാപ്തനാക്കാനായിട്ട് സാധിക്കുള്ളൂ.
അപ്പോൾ ആ ശരണാഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കണം. അതാണ് യഥാർത്ഥ ശരണാഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാനെ നമുക്ക് ശരണാഗതി പ്രാപിക്കാൻ സാധിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ അതേക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഭഗവാനെ മനസ്സിലാക്കുക, അല്ലേ? ഭഗവാനാണ് അഹം സർവസ്യ പ്രഭവോ, എന്നിൽ നിന്നാണ് എല്ലാം വരുന്നത് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളെയാണ് ഭഗവാൻ ഇവിടെ എന്ത് പറയുന്നത്? ഭജന്തേ മാം ബുദ്ധഹ, അല്ലെ? ബുദ്ധന്മാർ, അല്ലെ? ബുദ്ധൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ബുദ്ധിമാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭഗവാനെ മനസ്സിലാക്കുന്നവനെ ബുദ്ധിമാൻ എന്നാണ് ഭഗവാൻ ഇവിടെ വിലയിരുത്തുന്നത്. ഒരാൾ വന്ന് നമ്മളോട് പറയണം, ചതുശ്ലോകി ഭഗവത്ഗീതയിലെ 10ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം എനിക്ക് മനസ്സിലായി എന്ന് പറയാണ് ഒരാൾ, അല്ലേ? അപ്പോൾ അയാൾക്ക് അത് മനസ്സിലായി അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അയാൾ അത് ഉൾക്കൊണ്ടു എന്ന് നമുക്ക് അയാളിൽ തന്നെ തെളിവ് കാണാനായിട്ട് സാധിക്കും, അല്ലേ? എന്താണ് ആ തെളിവ്? അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം, അല്ലേ? അവര് സദാസമയവും എന്നിലാണ് കുടികൊള്ളുന്നത്. അവരുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം എന്നിൽ തന്നെയാണ്. പിന്നെ അവരെന്താ ചെയ്യുന്നത്? പിന്നെ ബോധയന്ത പരസ്പരം, അവർ അന്യോന്യം എന്നെക്കുറിച്ചിട്ട് ബോധവാന്മാരാവുകയും പരസ്പരം എന്നെക്കുറിച്ച് ചർച്ച ചെയ്യുകയും കഥയന്തശ്ച നിത്യം മാം തുഷ്യന്തിച്ച രമന്തിച്ച, അല്ലെ? എന്നെക്കുറിച്ചിട്ടുള്ള സംസാരത്തിൽ ഏർപ്പെട്ട് അവര് വളരെയധികം സന്തോഷവും സമാധാനവും സംതൃപ്തിയും അനുഭവിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഒരാള് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ട് സന്തോഷവും സമാധാനവും സംതൃപ്തിയും അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അയാൾ പൂർണ്ണമായിട്ടും ഭഗവാനെ മനസ്സിലാക്കിയ വ്യക്തിയാണ്, അയാൾ ഭഗവാന് ശരണാഗതി പ്രാപിച്ച വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ നമ്മൾ കുറച്ച് ശ്ലോകങ്ങൾ വായിച്ച്, സംസ്കൃത ശ്ലോകങ്ങൾ വായിച്ച് അതിൻ്റെ അർത്ഥം വായിച്ച് എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു ഭാവത്തിൽ ഇരിക്കുന്നത് വളരെ തെറ്റാണ്, അല്ലേ? അതല്ല യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ കുറെ പൊള്ളയായിട്ടുള്ള വാദങ്ങളെ പൊളിച്ചെഴുതുന്ന ഒരു ശ്ലോകങ്ങളാണ് ഭഗവാൻ ഈ ഒരു ചതുശ്ലോകി ഭഗവത്ഗീതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ ഈ ശുദ്ധഭക്തന്മാർ, അല്ലെ? മച്ചിത്ത മദ്ഗത പ്രാണബോധയന്ത പരസ്പരം, അവർ പരസ്പരം എപ്പോഴും സംസാരിക്കുന്നത് ഭഗവാനെ കുറിച്ചിട്ടാണ്. അവര് രണ്ടുപേര് പരസ്പരം കണ്ടാൽ അവർ ഭഗവാന്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതാണ് തെളിവ്, അല്ലെ? മറ്റുള്ള പ്രജൽപ കാര്യങ്ങളിലേക്കൊന്നും അവർ ഒരിക്കലും പോവില്ല. അപ്പോൾ എപ്പോഴും ഭഗവാനെ കുറിച്ച് സംസാരിച്ചിട്ടുകൊണ്ടാണ് അവർ ആ സന്തോഷം അനുഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ചൈതന്യ മഹാപ്രഭുവിനെ പോലെയുള്ള പ്രാമാണികർ എന്താണ് ചെയ്തത്? അവര് പ്രാമാണികരിൽ നിന്ന് അറിവ് നേടുകയും ആ ഉപദേശങ്ങൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന് മനസ്സിലാക്കുകയും ഭൗതിക ആധ്യാത്മിക ലോകങ്ങളിലുള്ള എല്ലാറ്റിൻ്റെയും തുടക്കം കൃഷ്ണനാണ് എന്ന് ബോധ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ അറിവ് പൂർണ്ണമായും നേടുന്നത് കൊണ്ട് അയാൾക്ക് ഭക്തിയുത സേവനത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ എന്താണ് അയാൾ നേടുന്ന അറിവ്? എല്ലാം കൃഷ്ണനാണ്, അല്ലേ? ഭഗവാനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവ് നേടുകയാണ്. ജന്മകർമ്മ ചമയ ദിവ്യം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ജ്ഞാനമാണ് പ്രധാനപ്പെട്ട ജ്ഞാനം എന്ന് പറയുന്നത്. ഭഗവാന്റെ ജന്മങ്ങളെയും കർമ്മങ്ങളെയും കുറിച്ചിട്ട് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഒരാൾ എന്താണ് ചെയ്യുന്നത്? ഇനി ഇവിടെ ജനിക്കുന്നില്ല, ജനന മരണ ചക്രത്തിൽ അയാൾ പെടുന്നില്ല. അപ്പോൾ ഈ ഒരു നമുക്കറിയാം, അല്ലെ? ഭഗവാൻ അവതരിക്കുന്നതിനെ കുറിച്ചിട്ട് നമുക്കറിയാം. ഭഗവത്ഗീതയിൽ ഒഫീഷ്യലായിട്ട് കുറെ കാര്യങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, അതുപോലെ യുഗം തോറും ഞാൻ അവതരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇതൊക്കെ ആചാര്യന്മാർ പറയുകയാണ്, ഇതൊക്കെ ഒഫീഷ്യൽ കാരണങ്ങളാണ് ഭഗവാൻ അവതരിക്കുന്നതിന്. പക്ഷേ ഭഗവാൻ യഥാർത്ഥത്തിൽ അവതരിക്കുന്നത് എന്തിനാണ്? തൻ്റെ ഭക്തർക്ക്, അല്ലെ? ഭഗവാന്റെ ലീലകളും ഗുണങ്ങളും ഒക്കെ കാണിച്ചിട്ട് അവരെ ഈ ഭൗതിക ലോകത്ത് നിന്ന് കൊണ്ടുപോകുവാൻ, എന്നേക്കുമായിട്ട് കൊണ്ടുപോകുവാൻ, ഭക്തന്മാരെ സന്തോഷിപ്പിക്കുവാനൊക്കെ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഇപ്പോൾ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ഈ അസുരന്മാരെ നിഗ്രഹിക്കാനും ഒന്നും ഭഗവാൻ തന്നെ വരേണ്ട യാതൊരു ആവശ്യമില്ല, അല്ലേ? ഭഗവാൻ ഒരു നോട്ടം നോക്കിയാൽ സൃഷ്ടി വരെ നടക്കുകയാണ്. പിന്നെ ഒരു അസുരനെ നിഗ്രഹിക്കാനാണോ ഭഗവാന് പ്രയാസം? അപ്പോൾ ഇതൊന്നും
ഭഗവാന്റെ അവതാരത്തിനുള്ള കാരണങ്ങളല്ല. യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തന്മാർക്ക് സന്തോഷം നൽകുവാൻ, അവരെ ഇവിടെ നിന്ന് ഈ ഭൗതിക ലോകത്ത് നിന്ന് ഭഗവാന്റെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനൊക്കെയാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഇതേ പറ്റിയിട്ട് കുന്തി ദേവി ശ്രീമദ് ഭാഗവതത്തില് ഒന്നാമത്തെ സ്കന്ധത്തില് പറയുന്നുണ്ട് അല്ലേ. പൂതനാഹരണം, ശകടാസുരവധം, ഗോവർദ്ധന ധാരണം, അങ്ങനെ പല പല കാരണങ്ങൾ അങ്ങ് അവതരിക്കുന്നതിനെ കുറിച്ചിട്ട് ആൾക്കാർ പറയാറുണ്ട് അല്ലേ. പക്ഷേ അങ്ങ് എന്തിനാണ് അവതരിക്കുന്നത്, അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് കുന്തിദേവി ഭഗവാനോട് പറയുന്നുണ്ട് അല്ലേ. എന്താ ഭഗവാനോട് പറയുന്നത്? ശൃണ്വന്തി ഗായന്തി ഗൃണന്തി അഭിഷ്ണശ സ്മരന്തി നന്ദന്തി തവേഹിതം ജന തവ ഏവ പശ്യന്തി അജിരേണ താപഹം ഭവപ്രവാഹോ പരമം പദാംബുജം അല്ലെ. കുന്തിദേവി പറയാണ് ശൃണ്വന്തി ഗായന്തി ഗൃണന്തി അഭിഷ്ണശ അല്ലെ. ശൃണ്വന്തി എന്താണ്? ശൃണ്വന്തി ശ്രവിക്കുക, ഗായന്തി ജപിക്കുക, ഗൃണന്തി ഉൾക്കൊള്ളുക, അഭിഷ്ണശ എന്ന് പറഞ്ഞാൽ നിരന്തരം സ്മരിക്കുക ഭഗവാനെ കുറിച്ചിട്ട് അല്ലെ. ഇതൊക്കെ വേണമെങ്കിൽ ഭഗവാൻ ഇവിടെ വരണ്ടേ അല്ലെ. ഭഗവാനെ കുറിച്ചിട്ട് നമുക്ക് പരസ്പരം പറയണമെങ്കിൽ ഭഗവാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം, ഭഗവാന്റെ ലീലകളെ കുറിച്ചിട്ട് അറിയണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി അഭിഷ്ണശ അല്ലെ, നമ്മൾ ഈ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഭഗവാനെ കുറിച്ച് ശ്രവിക്കുന്നു, ഭഗവാനെ കുറിച്ച് ജപിക്കുന്നു, ഭഗവാന്റെ തത്വം ഉൾക്കൊള്ളുന്നു, നിരന്തരം ഭഗവാന്റെ സ്മരണയിൽ നമുക്ക് ഏർപ്പെടാൻ സാധിക്കണം. ഇതിനൊക്കെ ഭഗവാൻ ഇവിടെ വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ സാധാരണ ജനങ്ങൾക്ക് ഭഗവാനെ കുറിച്ചിട്ട് പറയുവാനും മനസ്സിലാക്കുവാനും ജപിക്കുവാനും ശ്രവിക്കുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഭൗതിക ലോകത്തിൽ അവതരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊക്കെ ചെയ്താൽ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? വീണ്ടും പ്രയോജന ജ്ഞാനത്തിലേക്ക് വരികയാണ് അല്ലേ. ഇത് അഭിധേയം പ്രയോജനവുമാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ നമുക്ക് എന്താ ലഭിക്കുന്നത്? ഏവ പശ്യന്തി അചിരേണ താവഹം അല്ലേ. ഭഗവാനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ എന്താണ്? അചിരേണ താവഹം എന്ന് പറയാം. ഒട്ടും കാലതാമസമില്ലാതെ നമുക്ക് ഭഗവാന്റെ കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും എന്ന് പറയാണ്. അപ്പോൾ ആ പാദാംബുജത്തിലേക്ക് ചെന്ന് ചേരുവാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് പറയാണ്. ഭവപ്രവാഹോ പരമം പദാംബുജം അല്ലേ. ഭവപ്രവാഹം എന്ന് വെച്ചാൽ എന്താണ്? പുനർജന്മമാകുന്ന ആ കെട്ടുപാടുകളൊക്കെ നമുക്ക് വലിച്ചെറിഞ്ഞിട്ട് ഭഗവാന്റെ സമീപത്തേക്ക്, ഭഗവാന്റെ ധാമത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം എന്ന് പറയാണ്. അപ്പോൾ അതിനാണ് ഈ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി അഭിഷ്ണശ എന്ന് കുന്തി മഹാറാണി പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഭഗവാൻ അവതരിക്കാനുള്ള കാരണങ്ങൾ. അപ്പോൾ ശ്രവണം എന്ന് പറയുന്നത് വളരെയധികം പ്രധാനമർഹിക്കുന്ന കാര്യമാണ്. നമ്മൾ യഥാർത്ഥ കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ ശ്രവിച്ചാൽ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഭക്തിയുത സേവനത്തിൽ നമുക്ക് യഥാർത്ഥമായിട്ട് നമുക്ക് ഏർപ്പെടണമെങ്കിൽ ശ്രവണം വളരെയധികം അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ്. അപ്പോൾ ശ്രവണം, കീർത്തനം, ഭക്തിയുത സേവനം ഇതിലൊക്കെ നമുക്ക് വ്യാപൃതരാവാൻ സാധിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഭഗവാനെ നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും എന്ന് പ്രഭുപാദ പറയാണ്. പക്ഷേ അത് ആധികാരികമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശ്രവണമാകണം. അവിടെ നിന്നും ഇവിടെ നിന്നും കേൾക്കുന്നതൊന്നും ഭഗവാനെ കുറിച്ചിട്ട് നമ്മൾ ശ്രവിക്കാൻ പാടില്ല. അപ്പോൾ ഭഗവാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഭക്തിയുത സേവനത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതേക്കുറിച്ചിട്ടാണ് ഇവിടെ പ്രഭുപാദ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾക്കും വഴിതെറ്റിക്കാൻ സാധിക്കില്ല എന്ന് ഇവിടെ പ്രഭുപാദ പറയുന്നുണ്ട്. കാരണം അയാൾ ഭഗവാനെ കുറിച്ചിട്ടുള്ള ജ്ഞാനം പൂർണ്ണമായിട്ടും ഗ്രഹിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ ഒരുപാട് ഉപനിഷത്തുകളുടെയും വേദങ്ങളുടെയും ഒക്കെ സാരം തന്നിട്ട് അല്ലേ, ആ ഒരു ശ്ലോകങ്ങളൊക്കെ തന്നിട്ട് സ്ഥാപിക്കുന്നുണ്ട്. ഭഗവാനിൽ നിന്നാണ് എല്ലാവരും വരുന്നത്. ഇവിടെ പറയുന്നു നാരായണാത് ബ്രഹ്മ ജായതേ, നാരായണാത് പ്രജാപതി ജായതേ, നാരായണ ഇന്ദ്ര ജായതേ, നാരായണ അഷ്ടവസു ജായതേ, നാരായണ ഏകാദശ രുദ്ര ജായതേ, നാരായണ ദ്വാദശ ആദിത്യ ജായതേ എന്ന് പറയുന്നു. അപ്പോൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഭഗവാനിൽ നിന്നാണ് എല്ലാവരും വന്നത്.
ദ്വാദശ ആദിത്യന്മാര്, അതുപോലെ 11 രുദ്രന്മാര്, 8 വസുക്കള്, ഇന്ദ്രൻ, പ്രജാപതികള്, ബ്രഹ്മാവ് എല്ലാവരും ഭഗവാനിൽ നിന്നാണ് വന്നത് എന്ന് പറയാണ്. അപ്പോൾ എന്തിനാണ് പ്രഭുപാദ ഈ കുറേയധികം ശ്ലോകങ്ങൾ അല്ലെങ്കിൽ കുറേയധികം ശാസ്ത്രങ്ങൾ, ഉപനിഷത്തുകളൊക്കെ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ ഒരു അഹം സർവസ്യ പ്രഭവോ എന്ന് പറയുന്ന ആ ശ്ലോകത്തിന് ഭാവാർത്ഥമായിട്ട് തന്നിരിക്കുന്നത്? പ്രഭുപാദ എന്താണ് നമ്മളെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നത്? ഭഗവാൻ പറയാണ് അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ, അല്ലേ? എന്നിൽ നിന്നാണ് എല്ലാം വരുന്നത്, ഞാനാണ് എല്ലാത്തിൻ്റെയും കാരണം, എല്ലാം നിലനിർത്തുന്നതും ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്ന ആ വാചകത്തിനെ സാക്ഷീകരിക്കാൻ അല്ലെങ്കിൽ അതിനെ സാക്ഷ്യപ്പെടുത്താൻ അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ, അപ്പോൾ അതിനെ ബലപ്പെടുത്താൻ, ഭഗവാന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ബലപ്പെടുത്താനായിട്ടാണ് പ്രഭുപാദ ഈ കുറേ തെളിവുകൾ നമുക്ക് മുന്നിൽ നിരത്തുന്നത്. അങ്ങനെയെങ്കിലും നമുക്ക് ബോധം ഉദിക്കട്ടെ എന്നാണ് പ്രഭുപാദ വിചാരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഭഗവാൻ വന്ന് പറയണം അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ. നമ്മുടെ തലയിലേക്ക് കയറില്ല അത്, അല്ലേ? നമ്മൾ വിചാരിക്കും പിന്നെ ഈ ഭഗവാനിൽ നിന്നല്ലേ എല്ലാം വരുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മളെ ഓരോ ശാസ്ത്രത്തിലും അല്ലെങ്കിൽ ഓരോ ഉപനിഷത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് പ്രഭുപാദ അത് നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോൾ പ്രഭുപാദ ഏതെങ്കിലും ശ്ലോകത്തിന് വലിയ ഭാവാർത്ഥങ്ങൾ നൽകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒന്ന് വിചാരിച്ചോളുക, നമ്മളെ കാര്യമായിട്ടുള്ള കാര്യം ഭഗവാന്റെ പരമദിവ്യത്വം, പരമപുരുഷ ദിവ്യത്വം ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് പ്രഭുപാദ അത്രയും വലിയ ഭാവാർത്ഥങ്ങൾ ഭഗവത്ഗീതയിലാട്ടെ ഭാഗവത്തിലാട്ടെ നമുക്ക് നൽകിയിരിക്കുന്നത്. കാരണം അത്രയും വിസ്തരിച്ച് പറഞ്ഞാലാണ് നമ്മുടെ ഈ കുഞ്ഞു തലയിൽ ഒരു ചെറിയ വെളിച്ചമെങ്കിലും വീശുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഭാവാർത്ഥം നൽകിയിരിക്കുന്നത്. അപ്പോൾ വലിയ ഭാവാർത്ഥങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വിചാരിച്ചോളുക, അവിടെ എന്തോ കാര്യമായിട്ടുള്ള സംഗതി നമ്മളെ ബോധ്യപ്പെടുത്താനുണ്ട് എന്ന് വിചാരിച്ചോളുക. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ്. പല പല നാരായണ ഉപനിഷത്ത്, വരാഹ പുരാണം, അതുപോലെ ഗോപാലതപനി ഉപനിഷത്ത്, പിന്നെ ഇവിടെ പറയുന്നുണ്ട് വേദ സിദ്ധാന്തത്തിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് പ്രഭുപാദ നമ്മളോട് സമർത്ഥിക്കുകയാണ്, അല്ലേ? ഇവിടെ ഞാൻ മാത്രം അല്ല, ഭഗവാൻ മാത്രമല്ല ഭഗവാൻ വന്നിട്ട് അഹം സർവസ്യ പ്രഭവോ എന്ന് പറയുന്നത്. ഈ കാണുന്ന ഉപനിഷത്തുകളും പുരാണങ്ങളും എല്ലാം അത് സമർത്ഥിക്കുന്നുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താണ് പ്രഭുപാദ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ബ്രഹ്മണ്യോ ദേവകി പുത്ര, അല്ലേ? ദേവകി പുത്രനായ കൃഷ്ണനാണ് പരമപുരുഷൻ എന്നിവിടെ പറയുന്നുണ്ട് മഹോ ഉപനിഷത്തില്. ഇതേ കാര്യം തന്നെ ശങ്കരാചാര്യര് വന്നിട്ട് നമ്മളോട് പറയുന്നുണ്ട്, അല്ലേ? ഭഗവത്ഗീതയുടെ നമ്മൾ ഭഗവത്ഗീതയുടെ കുറച്ച് ശ്ലോകങ്ങൾ വായിക്കാറുണ്ട്. ഒരു 8 ശ്ലോകങ്ങൾ നമ്മൾ വായിക്കും, അല്ലേ? ഗീതാധ്യയന ശീലസ്യ പ്രാണായാമ പരസ്യച്ച എന്ന് പറയുന്ന ശ്ലോകങ്ങളെ വായിക്കുമ്പോൾ അതിൻ്റെ 8ാമത്തെ ശ്ലോകത്തിൽ ശങ്കരാചാര്യർ എന്ത് പറയുന്നത്? ഏകം പുത്രം ദേവകി പുത്രഗീതോ എന്നാ പറയുന്നത്, അല്ലേ? ദേവകി പുത്രനായ ഭഗവാനാണ് പുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണന്റെ നാമമാണ് ഈ ലോകത്ത് എവിടെയും മുഴങ്ങി കേൾക്കേണ്ടത്. ആ ശ്രീകൃഷ്ണന്റെ ശാസ്ത്രമാണ് ഇവിടെ എല്ലാവരും ചർച്ച ചെയ്യേണ്ടത്. ആ ശ്രീകൃഷ്ണ ഭഗവാന് വേണ്ടിയിട്ടുള്ള സേവനമാണ് എല്ലാവരും ഒരേ മനസ്സോടുകൂടി ചെയ്യേണ്ടത് എന്ന് ശങ്കരാചാര്യർ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഗീത മാഹാത്മ്യ ശ്ലോകങ്ങളിൽ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. മഹോപനിഷത്തിൽ പറയുന്നു ദേവകി പുത്രനായ കൃഷ്ണനാണ് പരമപുരുഷൻ. അതുപോലെ നാരായണ ഉപനിഷത്ത് ഇതെല്ലാം പ്രസ്താവിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഭഗവാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അല്ലേ? ഇപ്പം നമ്മളെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഒരു സൃഷ്ടാവുണ്ട്, നമ്മുടെ അച്ഛനും അമ്മയും കൂടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ ഭഗവാനെ കുറിച്ച് പറഞ്ഞാൽ ഭഗവാന് ആരും തന്നെ സൃഷ്ടാവില്ല. ഭഗവാൻ എപ്പോഴും ആദികാലത്തും അനാദികാലത്തും എല്ലാം ഭഗവാൻ അവിടെ തന്നെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമപുരുഷനായ നാരായണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിവിടെ പറയുന്നത്. ബ്രഹ്മാവില്ല, ശിവനില്ല, അഗ്നിയോ ചന്ദ്രനോ ആകാശമോ ഭൂമിയോ നക്ഷത്രങ്ങളോ സൂര്യനോ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്, അല്ലേ? ഭഗവാനിൽ നിന്നാണ് ഇവരെല്ലാവരും വന്നത്. ഇപ്പോൾ ഭഗവാന്റെ നെറ്റിയിൽ നിന്നാണ് ശിവന്റെ ഉൽപ്പത്തി എന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ പ്രജാപതികൾ വന്നത്, രുദ്രൻ വന്നത്, എല്ലാം വന്നത് ഭഗവാനിൽ നിന്നാണ്. ബ്രഹ്മാവ് വന്നത്. ഇപ്പോൾ ബ്രഹ്മാവിനെ പിന്നീട് ഭഗവാൻ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ എല്ലാവരെയും സൃഷ്ടിച്ചത് ഞാനാണ് അല്ലെ. അഹം ബീജ പ്രജാപിത എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ സൃഷ്ടിച്ചു, ഇന്ന ആൾക്കാരെ മാത്രം സൃഷ്ടിച്ചു എന്ന് പറയുന്നില്ല. ഭഗവാൻ എല്ലാവരെയും സൃഷ്ടിച്ച കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓരോ ജീവികളെയും ഞാൻ സൃഷ്ടിച്ചു, അവരുടെ എല്ലാവരുടെയും ബീജദാതാവ് ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഭാഗവതത്തിൽ നമ്മൾ പരീക്ഷിത്ത് മഹാരാജാവിനെ കുറിച്ചിട്ടും യുധിഷ്ഠിര മഹാരാജാവിനെ കുറിച്ചിട്ടും ഒക്കെ പഠിക്കുന്നുണ്ട്. അവരുടെ ഭരണത്തെ പറ്റി പഠിക്കുന്നുണ്ട് നമ്മൾ അല്ലേ. അപ്പോൾ അവിടെ പറയുന്നു ഒരു യഥാർത്ഥ രാജാവ് എങ്ങനെയുള്ളവനായിരിക്കണം എന്ന്. അതായത് തൻ്റെ രാജ്യത്തെ പ്രജകളെ എല്ലാവരെയും ഒരേപോലെ കാണുക. പ്രജകൾ എന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ മാത്രമല്ല, സകല ചരാചരങ്ങളും ജീവി വർഗങ്ങളും എല്ലാം ഭഗവാന്റെ രാജാവിൻ്റെ പ്രജകളാണ്. അപ്പോൾ അതാണ് ഒരു രാജാവിൻ്റെ ഒരു ദൃഷ്ടികോൺ എന്ന് പറയുന്നത്. എല്ലാവരെയും ഒരേ രീതിയിൽ കാണാനായിട്ട് ശ്രമിക്കുക, എല്ലാവർക്കും ഒരേ ധർമ്മം അനുശാസിക്കുക, എല്ലാവരെയും ഒരേപോലെ പരിപാലിക്കുക. അത് മനുഷ്യർക്കൊരു ധർമ്മം, പശുക്കൾക്ക് വേറൊരു ധർമ്മം, മറ്റുള്ള ജീവജാലങ്ങൾക്ക് വേറൊരു ധർമ്മം എന്നില്ല. ഒരു രാജാവിൻ്റെ രാജ്യത്തെ എല്ലാ പ്രജകളും തുല്യരാണ്. അതാണ് ഒരു യഥാർത്ഥ രാജാവിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ മേന്മ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ശിബി മഹാരാജാവ് നമുക്ക് കാണിച്ചു തന്നത് അല്ലേ. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു പ്രാവിനെ വേട്ടയാടിക്കൊണ്ട് ഒരു പരുന്ത് വരുമ്പോൾ ശിബി രാജാവ് ആ പ്രാവിനെ രക്ഷിച്ചിട്ട് അല്ലേ, അപ്പോൾ പരുന്തുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ പരുന്ത് പറയും എൻ്റെ ഇന്നത്തെ അന്നമാണ് ആ പ്രാവ് എന്ന് പറയുമ്പോൾ രാജാവ് പറയും മറ്റൊരു ജീവിയെ ഉപദ്രവിച്ചിട്ടല്ല നിന്റെ വിശപ്പടക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇവർ തർക്കത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ തർക്കത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ആ പ്രാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാജാവ് സ്വന്തം ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചു കൊടുക്കുകയാണ് അല്ലെ, പ്രാവിൻ്റെ തൂക്കത്തിന്. അതാണ് ഒരു യഥാർത്ഥ രാജാവിൻ്റെ കടമ അല്ലെങ്കിൽ കർത്തവ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെയാണ് ഭഗവാൻ. അപ്പോൾ ഒരു രാജാവിനെ പോലെ തൻ്റെ രാജ്യത്തെ എല്ലാ പ്രജകളെയും ഒരുപോലെ കാണും മികച്ച രാജാവ്. അതുപോലെയാണ് ഭഗവാൻ ആരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. മനുഷ്യരെന്നോ മൃഗങ്ങളെന്നോ കീടങ്ങളെന്നോ പ്രാണികളെന്നോ യാതൊരു വ്യത്യാസവുമില്ല ഭഗവാൻ എല്ലാവരും ഒരേപോലെയാണ്. ഭഗവാന്റെ മക്കളാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതേക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഭഗവാനാണ് എല്ലാ തലമുറകളുടെയും ഉത്ഭവസ്ഥാനം. അദ്ദേഹം എല്ലാറ്റിനും കാരണഭൂതൻ എന്നറിയപ്പെടുന്നു. കൃഷ്ണൻ പറയുന്നു എല്ലാം എന്നിൽ നിന്ന് ജനിക്കുകയാൽ ഞാൻ എല്ലാറ്റിൻ്റെയും പ്രഭവസ്ഥാനമാണ്. എല്ലാം എനിക്ക് അധീനമാണ്. എനിക്ക് ഉപരിയായി ആരുമില്ല. കൃഷ്ണൻ ഒഴിച്ച് ആരും പരമനിയന്താവല്ല എന്ന് പ്രഭുപാദ സമർത്ഥിക്കുകയാണ് അവിടെ അല്ലേ. അപ്പോൾ ഭഗവാൻ തന്നെ പറയാണ് എല്ലാത്തിൻ്റെയും കാരണം ഞാനാണ്. ഇതല്ലേ ബ്രഹ്മദേവനും പറയുന്നത്, സർവകാരണം എന്ന് ബ്രഹ്മദേവൻ പറയുന്നത് ഇതാണ്. ഭഗവാനാണ് എല്ലാറ്റിൻ്റെയും കാരണം എന്ന് ബ്രഹ്മദേവന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് ബ്രഹ്മസംഹിത ലഭിച്ചത് അല്ലേ. തനിക്ക് എന്താണോ ഭഗവാനെ കുറിച്ചിട്ടും ഭഗവാന്റെ ധാമത്തെ കുറിച്ചിട്ടും മനസ്സിലായത്, അതാണ് ബ്രഹ്മസംഹിതയിലൂടെ ബ്രഹ്മാവ് നമുക്ക് പകർന്നു നൽകുന്നത്. അപ്പോൾ വിശ്വാസയോഗ്യനായിട്ടുള്ള ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് വൈദിക സാഹിത്യങ്ങളിലൂടെ കൃഷ്ണനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ സംശയങ്ങളെല്ലാം മാറിപ്പോകും എന്ന് ഇവിടെ പറയുന്നു. അങ്ങനെ കൃഷ്ണന്റെ ശാസ്ത്രം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ രീതിയിലുള്ള ഭക്തി അനുഷ്ഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് അല്ലേ, വിഡ്ഢികളാണ് എന്നെ പറ്റിയിട്ട് അവജാനന്തി മാമൂഢ മാനുഷ്യം തനം ആശ്രിത. ഞാനൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ മനുഷ്യരൂപത്തിൽ ഞാൻ അവതരിക്കുമ്പോൾ എന്നെ വിഡ്ഢികളാണ് തെറ്റിദ്ധരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഭഗവാൻ ഏത് രൂപത്തിൽ വന്നാലും, രാമനായാലും കൃഷ്ണനായാലും വരാഹദേവനായാലും നരസിംഹ ഭഗവാനായാലും ഭഗവാൻ തന്നെയാണ് അല്ലേ. അപ്പോൾ ഭഗവാൻ ചിലപ്പോൾ സാധാരണ മനുഷ്യനെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. ഭഗവാൻ സാധാരണ മനുഷ്യൻ്റെ വികാര വിചാരങ്ങളൊക്കെ പ്രകടിപ്പിച്ചേക്കാം. പക്ഷേ അപ്പോഴും ഭഗവാൻ തന്നെയാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഗോവർദ്ധന പർവ്വതം ഉയർത്തുമ്പോഴും ഭഗവാൻ തന്നെയാണ്. യശോദമ്മയുടെ ഒരു ചാൺവടിയുടെ മുൻപിൽ പേടിച്ചോടുമ്പോഴും ഭഗവാൻ തന്നെയാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഭഗവാന്റെ സുപ്രീമസിക്ക് ഒരിക്കലും ഒരു കോട്ടവും പറ്റുന്നില്ല. അതേക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഭഗവത്ഗീതയുടെ ആധികാരികമായിട്ടുള്ള ശ്ലോകങ്ങളും വ്യാഖ്യാനങ്ങളും എല്ലാം ഭഗവാന്റെ പരമദിവ്യത്വം നമുക്ക് ബോധ്യപ്പെടുത്തി തരാനുള്ളതാണ് അല്ലേ. അപ്പോൾ അത് ആധികാരികമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രവിക്കുകയും ഗുരുശിഷ്യ പരമ്പര വഴി വരുന്ന ജ്ഞാനത്തെ മാത്രം ഉൾക്കൊള്ളുകയും ചെയ്യാം. ഏതോ ഒരു ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥത്തിൽ ഭഗവത്ഗീതയുടെ അവതാരികയിലാണോ എന്ന് എനിക്കറിയില്ല, ഓർക്കുന്നില്ല വ്യക്തമായിട്ട്. പ്രഭുപാദ പറയുന്നുണ്ട്,
മറ്റു ഭാഷ്യകാരന്മാരുടെ മെഴുകുതിരി വെട്ടങ്ങൾ ആവശ്യമില്ല ഭഗവാനെ മനസ്സിലാക്കാൻ എന്ന് പറയുന്നു അല്ലേ. കാരണം ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് പ്രഭുപാദം നൽകിയിരിക്കുന്ന ഭാവാർത്ഥം വായിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ അജ്ഞാനത്തെ മാറ്റാനായിട്ട് സാധിക്കും. പ്രഭുപാദ പറയാറുണ്ട്, പ്രഭുപാദ ഓരോ ആഘോഷ ദിവസങ്ങളിലും അല്ലേ, പ്രഭുപാദ ഇപ്പോൾ കൃഷ്ണ ജന്മാഷ്ടമി വരുമ്പോൾ പ്രഭുപാദരുടെ തന്നെ കൃഷ്ണ ബുക്ക് എടുത്തു വെച്ചിട്ട് വായിക്കാറുണ്ട്. അതുപോലെ പ്രഭുപാദ വിവർത്തനം ചെയ്ത ഭഗവത്ഗീത പ്രഭുപാദ പലതവണ വായിക്കും. അപ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് ചോദിക്കും, ഇങ്ങനെ അങ്ങ് എഴുതിയ ബുക്ക് അങ്ങ് തന്നെ എന്തിനാണ് മറച്ചു നോക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രഭുപാദ പറയും, അല്ലേ, ഇതൊന്നും ഞാനല്ല വിവർത്തനം ചെയ്തത്, ഇതെല്ലാം ഭഗവാൻ വന്നിട്ട് എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും പ്രഭുപാദർ തന്നെ വായിച്ചു നോക്കുന്നത്. അപ്പോൾ പ്രഭുപാദർ നൽകുന്ന ഭാവാർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടില്ലേ, എത്ര ഉപനിഷത്തുകളിലെയും പുരാണങ്ങളിലെയും ഒക്കെ തെളിവുകളാണ് നമുക്ക് പ്രഭുപാദം നൽകിയിരിക്കുന്നത്. ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ഉറവിടം, ഭഗവാനിൽ നിന്നാണ് എല്ലാം വരുന്നത് എന്ന് സ്ഥാപിക്കാൻ എത്രമാത്രം തെളിവുകളാണ് പ്രഭുപാദം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വിശദമായിട്ടാണ് പ്രഭുപാദ ഒരു ഭാവാർത്ഥം നമുക്ക് നൽകുന്നത്. അത്രയ്ക്കും അതിൻ്റെ പിന്നിൽ പ്രഭുപാദ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും എഴുതാൻ സാധിക്കില്ല. അപ്പോൾ പ്രഭുപാദ നൽകുന്ന ഭാവാർത്ഥം വായിച്ചാൽ നമുക്ക് ഒരുവിധം അറിവുകളൊക്കെ നമുക്ക് നേടാനായിട്ട് സാധിക്കും. അപ്പോൾ സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന ഭഗവത്ഗീത ഉള്ളപ്പോൾ അല്ലേ, ഭഗവാനാൽ അരുളി ചെയ്യപ്പെട്ട ഭഗവത്ഗീത ഉള്ളപ്പോൾ മറ്റു ഭാഷ്യകാരന്മാരുടെ മെഴുകുതിരി വെട്ടങ്ങൾ ആവശ്യമില്ല എന്നാണ് പ്രഭുപാദ പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കിയാൽ നമുക്കൊരു 1000കണക്കിന് ഭഗവത്ഗീതകൾ കാണാനായിട്ട് സാധിക്കും. അതൊന്നും വായിച്ച് നിങ്ങൾ സമയം എന്താ പറയുക പാഴാക്കരുത്. അപ്പോൾ അതുകൊണ്ട് ശ്രീല പ്രഭുപാദരാൽ വിവർത്തനം ചെയ്യപ്പെട്ട ഭഗവത്ഗീത യഥാരൂപം തന്നെ വായിക്കുകയും അതിലൂടെ ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവുകൾ സ്വായത്തമാക്കുവാനും ശ്രമിക്കണം. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് പ്രഭുപാദ പറയുന്നത്, ഭഗവത്ഗീതയുടെ ആധികാരികങ്ങളല്ലാത്ത ഭാഷ്യങ്ങളെയും വ്യാഖ്യാനങ്ങളെയും എല്ലാം കൃഷ്ണാവബോധമുള്ളവർ തള്ളിക്കളയണം. അവർ വിഡ്ഢികളാൽ ഭ്രമിക്കപ്പെടാതെ നിശ്ചയദാർഢ്യത്തോടെ കൃഷ്ണാവബോധത്തിൽ മുഴുകണം. ഇത് നമുക്ക് നൽകുന്നൊരു താക്കീതാണ്, നമ്മളെ താക്കീത് ചെയ്യാണ് അല്ലേ. മറ്റുള്ള ഭഗവത്ഗീതയും വിവർത്തനങ്ങളും ഒന്നും വായിച്ച് നമ്മൾ സമയം പാഴാക്കരുത്. കൃഷ്ണാവബോധത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ യഥാർത്ഥ രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് പറയാണ്. അതാണ് മറ്റുള്ള ഭഗവത്ഗീതകളെയൊക്കെ പ്രഭുപാദ മെഴുകുതിരി വെട്ടങ്ങളോട് ഉപമിക്കുന്നത്. അപ്പോൾ അതിൽ ആ മെഴുകുതിരി വെട്ടങ്ങളിൽ നമ്മൾ ഭ്രമിക്കപ്പെടാൻ പാടില്ല. സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന ഭഗവാനിൽ വെളിപ്പെടുത്തിയ ഭഗവത്ഗീതയുണ്ട് നമുക്ക് അല്ലേ. അതിൽ നിന്ന് കൂടി വേണം നാം ഭഗവാനെ കുറിച്ചിട്ട് മനസ്സിലാക്കുവാൻ, ഭഗവാനെ പറ്റിയിട്ടുള്ള ശാസ്ത്രം ഗ്രഹിക്കുവാൻ. അതിലൂടെ വേണം നമുക്ക് പരമപദ പ്രാപ്തി നേടുവാനായിട്ട്. അപ്പോൾ ഭഗവാനെ കുറിച്ചിട്ടുള്ള ജ്ഞാനം ഭഗവാൻ നമുക്ക് വ്യക്തമാക്കി തരുന്ന ശ്ലോകങ്ങളാണ് ഈ ചതുശ്ലോകി ഭഗവത്ഗീതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടിയിട്ട് ഈ ചതുശ്ലോകിയുടെ ആദ്യത്തെ ശ്ലോകം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ശ്ലോകം ചർച്ച ചെയ്യാം. ഇതോടുകൂടിയിട്ട് ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ.